നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ അവിടെ നിന്നൊരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ മഹത്വവും തിരുപാദപീഠത്തിങ്കൽ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാര്യത്തോട് തന്നെ ചേർത്ത് വെച്ചാണ് ഇന്നും ചിന്തിക്കേണ്ടത്. അതായത് നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കി നമ്മൾ സംസാരിക്കുകയായിരുന്നു. പുതിയ നിയമസഭയിലെ ആരാധന എന്ന് പറയുന്നത് എന്താണ്? അതിൽ നൃത്തമുണ്ടോ? പഴയ നിയമ ആരാധനയിൽ നൃത്തമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി ചിന്തിച്ചു പോയത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആ കാര്യം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചതാണെങ്കിലും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിഷയത്തിൻ്റെ ഗൗരവമായ മേഖലകളിലേക്ക് നമ്മെ നടത്തുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഗൗരവമായ കാര്യങ്ങൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ ചിന്തിക്കുകയായിരുന്നു, ആരാധനയ്ക്ക് കടന്നു വരുന്ന വ്യക്തി നിശ്ചയമായി ശുദ്ധീകരണം പ്രാപിച്ചിട്ടേ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയൂ. അതിന് ചില പിക്ചറുകളൊക്കെ കാണിച്ച് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഒക്കെ ചേർത്ത് നിർത്തിയാണ് നമ്മൾ ആ കാര്യം ചിന്തിച്ചു പോയത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിന് മുൻപുള്ള ആഴ്ചയിലും അതുപോലെ തന്നെ ഗൗരവമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഈ 2-3 ആഴ്ച പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, അതായത് പുതിയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ, അതായത് പഴയ നിയമത്തെയൊക്കെ ചേർത്ത് വെച്ച് പറയുമ്പോൾ പലരും അതിനോട് വിയോജിക്കുകയും അവരുടെ നെറ്റ് ചുളിക്കുകയൊക്കെ ചെയ്യുന്നു. അതായത് നിങ്ങൾ എന്തിനാണ് ഈ പഴയ നിയമത്തിൽ പോകുന്നത്? നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ നിന്ന് സംസാരിച്ചാൽ പോരെ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് മറുപടി എന്നോണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകാനും ഉതകുന്ന രീതിയിൽ നമ്മൾ പറയുമായിരുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ നമ്മൾ അടുത്ത് നിന്ന് കണ്ടു. അവർ വാഗ്ദത്തം ലഭിച്ചവരാണ്. ആരാധനയുടെ വെളിപ്പാടുകൾ അവർക്കാണ് ലഭിച്ചത്. എന്നാൽ സത്യാരാധനയുടെ ആഴങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും സത്യദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് ലഭിച്ചു. ആ ദൈവത്തെ ആരാധിക്കുവാൻ ആ ദൈവം തന്നെ വെച്ച വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അവർ അടുത്തു വന്നു എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലായത്. ആ കാര്യം ഒന്നുകൂടെ തെളിയിക്കാൻ പാകത്തിനാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ വായിച്ചു, ആദ്യ ഉടമ്പടിയിലെ ആരാധനയ്ക്ക് ഒരു വിശുദ്ധ മന്ദിരവും വിശേഷപ്പെട്ട ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. അതിനനുസരിച്ചാണ് അവർ ആ ആരാധനയിലേക്ക് കടന്നു വന്നത് എന്ന കാര്യം അതിലൂടെ നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടെത്തിയ വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ വാക്യം. ഏതാണ്ട് അതിൻ്റെ ഒരു 20 മുതൽ താഴേക്ക് നമ്മളിങ്ങനെ വായിച്ചും പറഞ്ഞും വരികയായിരുന്നു. നമ്മുടെ കർത്താവ് ശമരിയക്കാരി സഹോദരിയുമായി സംസാരിക്കുന്ന ആ സംസാരങ്ങളുടെ തുടർച്ചയെന്നോണം നമ്മൾ കാണുകയായിരുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അങ്ങനെ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, പിതാവ് ആത്മാവാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് നമ്മൾ വായിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ പഴയ നിയമ ആരാധനയെക്കുറിച്ച് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പുതിയ നിയമ ആരാധനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന ഒരൊറ്റ വാക്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് പലരും പറയുന്നത്, ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, ആത്മാവിലും സത്യത്തിലും അങ്ങ് ആരാധിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരോട് എന്താ മറുപടി പറയേണ്ടതെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു ആരാധനയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നയിക്കണമെങ്കിൽ ആരാധന എന്താണ്? ദൈവം നമുക്ക് മുന്നേ ഇസ്രായേലിന് ആരാധനയോടുള്ള ബന്ധത്തിലെ ചട്ടങ്ങൾ എങ്ങനെയാണ് കൊടുത്തത്? ആ ചട്ടത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വന്ന മാറ്റങ്ങൾ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ഒരു പുതിയ നിയമ ആരാധനക്കാരൻ അറിഞ്ഞിരിക്കണ്ടേ? പഴയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടെത്തി അവിടെ ദൈവം വസിക്കുന്നത് തൻ്റെ തിരുനിവാസത്തിലാണ്, അഥവാ സമാഗമന കൂടാരത്തിലാണ്. അങ്ങനെ ഒരു കൂടാരം ചമയ്ക്കാനായിട്ട് ദൈവം അവർക്ക് കൽപ്പന കൊടുത്തു. അത് കഴിഞ്ഞ് അവരുടെ ഇടയിൽ നിന്ന് അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യത്തിന് തിരഞ്ഞെടുത്തു. അവരെ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഥവാ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് അവിടെ ധൂപം അർപ്പിക്കുവാനായിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവർ യാഗം അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ധൂപാർപ്പണത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് പഴയ നിയമ ആരാധനയിലെ ഏറ്റവും ഗംഭീരമായ നിമിഷങ്ങളെന്ന് നമ്മൾ കണ്ടെത്തുകയുണ്ടായി. പഴയ നിയമ ആരാധന അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം പഴയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ നൃത്തമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ കിടപ്പുണ്ടല്ലോ. പല ആഴ്ചകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് കേൾക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അവിടെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന വാക്യമാണ് 149-ാം സങ്കീർത്തനത്തിലെയും 150-ാം സങ്കീർത്തനത്തിലെയും വാക്യങ്ങൾ. നാം തപ്പിനോടും നൃത്തത്തോടും അവനെ സ്തുതിപ്പിൻ എന്നുള്ള കാര്യമാണ് ആ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ, നമ്മുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഇസ്രായേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അവർ സാമാന്യ ജനം നിൽക്കുന്നത് പ്രാകാരത്തിലാണ്. അതായത് പുരുഷന്മാർക്ക് അവർക്കുള്ള കോട്ടയാടുണ്ട്, സ്ത്രീകൾക്ക് അവർക്കുള്ള കോട്ടയാടുണ്ട്,
ലേവ്യർക്ക് അവർക്കുള്ള കോർട്ട്യാർഡുണ്ട്. അങ്ങനെയൊക്കെയാണ് അവരുടെ ക്രമം എന്ന് പറയുന്നത്. എന്നാൽ പുരോഹിതന്മാർ മാത്രമാണ് ഹോളി പ്ലേസിൽ അഥവാ വിശുദ്ധ സ്ഥലത്ത് കടന്നു വന്ന് ധൂപം അർപ്പിക്കുന്നത്. ഇൻസെൻസ് ഓൾട്ടറിൽ അർപ്പിക്കുന്ന ആ ശുശ്രൂഷ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും സീരിയസ് നമ്മൾ പറഞ്ഞു. സാമാന്യജനം പ്രാകാരവാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് അവർക്ക് നിയമിക്കപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് ഓർക്കസ്ട്ര ഗീതങ്ങളൊക്കെ ആലപിക്കുന്ന സമയത്ത് അവരുടെ ശരീരങ്ങളൊക്കെ അവർ ചലിപ്പിക്കും. അംഗവിക്ഷേപങ്ങളൊക്കെയുണ്ട്. പഴയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ അവിടെ കടന്നു വരുമ്പോൾ അവർ ഇങ്ങനെ ബാഹ്യപ്രകടനങ്ങളിലൊക്കെ ഏർപ്പെടും. അതായത് നമ്മൾ പറയുന്ന ഇന്നത്തെ ഡിസ്കോ ഡാൻസും റോക്ക് ആൻഡ് റോളൊന്നും അല്ല. അവരവരുടെ കാലുകളെ ചലിപ്പിക്കും, കൈകളെ ചലിപ്പിക്കും. അത്രമാത്രം ദൈവസന്നിധിയിൽ അവരുടെ സന്തോഷം അവർ പങ്കുവയ്ക്കുന്ന ചില നിമിഷങ്ങളാണത്. അപ്പോൾ അതെല്ലാം പ്രാകാരവാതിലിന് വെളിയിലാണ് നടക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തി. 149 സങ്കീർത്തനവും 150 സങ്കീർത്തനമൊക്കെ പ്രാകാരത്തിന് വെളിയിലുള്ള കാര്യങ്ങളാണ്. അതേസമയം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കണ്ടെത്തിയ കാര്യം, അതായത് പുതിയ നിയമ ആരാധനക്കാരൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. സത്യക്രിസ്ത്യാനിയുടെ ആരാധന എന്ന് പറയുന്നത് അതാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന വാക്യമാണ് റോമാലേഖനം 1:10 പൗലോസ്ലീഹ പറഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളിൽ താൻ യെരുശലേം ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ കടന്നുപോയതാണ്. ബെന്യാമിൻ ഗോത്രക്കാരനാണെങ്കിലും പുരുഷന്മാരുടെ പ്രാകാരത്തിൽ നിന്ന മനുഷ്യനാണ് പൗലോസ്. അതേസമയം അവരുടെ ഇടയിലുള്ള പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിച്ചിരുന്നു. ആ സമയത്ത് സാമാന്യജനം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരടി പിന്നിലേക്ക് മാറി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ഇരു കരങ്ങളും ദൈവസന്നിധിയിൽ മലർത്തി പിടിക്കുമായിരുന്നു, തുറന്നു പിടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ആരാധനയുടെ രീതി. അതേസമയം അവർക്ക് ഗായക സംഘമുണ്ട്, വാദ്യസംഘമുണ്ട്. അവരൊരുമിച്ച് ഗീതങ്ങൾ ആലപിക്കും. അതാണല്ലോ ഈ 150 സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത. ആ സങ്കീർത്തനങ്ങളൊക്കെ വാദ്യോപകരണങ്ങളുടെ സഹായത്താലാണ് ആലപിക്കുന്നത്. അങ്ങനെ അതൊക്കെ ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ജനം അവരുടെ ശരീരമൊക്കെ ചലിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത്. നമ്മളെ അങ്ങനെ ഒരു കാര്യത്തിലേക്കല്ല വിളിച്ചിരിക്കുന്നത്. അതല്ല ശമരിയക്കാരോട് പറഞ്ഞത്. അങ്ങനെയുള്ള ആരാധനയുടെ കാലം കഴിഞ്ഞു. പുതുനിയമ ആരാധന എന്ന് പറയുന്ന ആത്മാവിലും സത്യത്തിലുമാണ്. അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു പുതുനിയമ ഭക്തൻ അവൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മ സഹായത്താൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുന്ന സമയം. മുൻകാലത്തെ ആരാധനയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ബെന്യാമിൻ ഗോത്രക്കാരനായ പൗലോസ് യെരുശലേം ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിൽ പോയി നിൽക്കുമ്പോൾ അവരുടെ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ പൗലോസ് പറയുന്ന കാര്യം എന്താ? ആ കാര്യങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു. പുതിയ ഉടമ്പടിയിലെ ആരാധനയിൽ ഞാനാണ് ദൈവത്തിൻ്റെ മന്ദിരം, എൻ്റെ ആത്മാവിലാണ് പരിശുദ്ധ റൂഹ വസിക്കുന്നത്. അവിടെ വസിച്ചുകൊണ്ട് എന്നെ ആത്മാവിലുള്ള ആരാധനയിലേക്ക് നയിക്കുകയാണ്. അതൊരു ഗംഭീര നിമിഷമാണ്. 2 നദികൾ ഒന്നായി ചേരുന്നു എന്ന് പറയുന്ന പോലെ എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവുമായി സമ്മേളിക്കുന്ന ഉന്നതമായ നിമിഷം. അവിടെ വലിയ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകും. അവിടെ നമ്മൾ ആത്മാവിൽ ബലപ്പെടും. ആ സ്വർഗീയ സന്തോഷത്താൽ നാം നിറയപ്പെടും. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. ഇതൊക്കെയാണ് പുതുനിയമത്തിൻ്റെ ആരാധനയുടെ ആരംഭത്തിൽ പറയാനുള്ളത്. നോക്കണം, യെരുശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നടന്നുകൊണ്ടിരുന്ന ആരാധന ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? ഞാനും നിങ്ങളുമാകുന്ന മന്ദിരത്തിനകത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത്. അവിടെയാണ് ആത്മാവിലുള്ള ആരാധനയുടെ ആരംഭം കുറിക്കപ്പെടുന്നത്. വലിയ മാറ്റമാണത്, വലിയ മാറ്റം. പഴയ കാലത്ത് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ യെരുശലേമിൽ തന്നെ വരണം, വേറെ ഒരു സ്പേസ് ഇല്ല. പഴയ കാലത്ത് യെരുശലേം ദേവാലയത്തിൽ തന്നെ വന്ന് അവിടുത്തെ ചട്ടങ്ങളും വിധികളും അനുസരിച്ച് ആരാധനയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകാം. എന്നാൽ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ നാം എവിടെ ആയിക്കൊള്ളട്ടെ, ഏത് ആഫ്രിക്കയിലും ആയിക്കൊള്ളട്ടെ, ലോകത്തിൻ്റെ ഏത് കോണിലും ആയിക്കൊള്ളട്ടെ, അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. അങ്ങനെ ആരാധിക്കുന്ന സമയത്ത് നമുക്ക് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും, നാം തനിച്ചാണെങ്കിൽ പോലും, ഏതെങ്കിലും കാരാഗ്രഹത്തിലാണെങ്കിൽ പോലും, ഏതെങ്കിലും കടലിൻ്റെ ഒത്ത നടുക്കാണെങ്കിൽ പോലും, അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അങ്ങനെ ആരാധിക്കുന്ന സമയത്ത് സപ്പോർട്ടിനായിട്ടൊരു വർഷിപ്പ് ലീഡറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒന്നും കാര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു മെസ്സേജ്, വലിയ മെസ്സേജ് ആയിരിക്കും, അതിൻ്റെ ഒരു ഭാഗം ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരാനിടയായി. അപ്പം ഞാൻ അതിൻ്റെ അടിയിലെ കമൻസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഒരു പറ്റം ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റൊരു പറ്റം ആൾക്കാർ അതിനെ നഖശികാന്തം എതിർക്കുന്നു, അതിനോട് വളരെ പരുഷമായ നിലയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ഒരു തസ്തിക പുതുനിയമത്തിലില്ല, അങ്ങനത്തെ അതിൻ്റെ ആവശ്യമില്ല, ആ നിലയിലാണ് പറഞ്ഞു വന്നത്.
പാട്ട് പാടുന്ന ആളുകൾ പാട്ട് പാടുന്ന സമയത്ത് അദ്ദേഹം ഒരു കൺവെൻഷൻ പ്രീച്ചറാണ്. സ്വാഭാവികമായി കൺവെൻഷനോടൊക്കെയുള്ള ബന്ധത്തിലാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള വർഷിപ്പ് ലീഡേഴ്സ്, അവർ പ്രൊഫഷണൽസാണ്. അപ്പോൾ അങ്ങനെ പാട്ട് പാടുന്ന ആളുകളിൽ CSIക്കാരും മറ്റ് പുറമേ ഉള്ളവരും ചെണ്ടയും മത്തളമൊക്കെ അടിക്കുന്നതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളോ അങ്ങനെയുള്ളവരൊക്കെ കാണും. പ്രൊഫഷണൽസാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ ഹാർമോണിയം വായിക്കണമെങ്കിൽ അറിവുള്ളവർ വേണമല്ലോ. അങ്ങനെയുള്ള ആളുകളെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഉള്ള ഗ്രൂപ്പുകളുണ്ട്. അതേസമയം വേർപെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെയുള്ളവരുടെ ഗ്രൂപ്പുകളുമുണ്ട്. ഇതെല്ലാം ഉണ്ട്, 2 തരം ഗ്രൂപ്പുകളുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ ചില ഉദ്ദേശിമാർ അതിനോടുള്ള ബന്ധത്തിൽ അവർ സംസാരിക്കാനിടയായി. അതിൽ ഭാഗികമായി ശരിയുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഈ ആളുകളെ ചാടിക്കുകയും തുള്ളിക്കുകയും ഓടിക്കുകയും മറിച്ചിടുകയും തിരിച്ചിടുകയും ഒക്കെ ചെയ്യുന്ന തസ്തികയുണ്ടല്ലോ, അതാണ് ഈ വർഷിപ്പ് ലീഡർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടുള്ള വിയോജിപ്പായിരിക്കണം അദ്ദേഹം രേഖപ്പെടുത്തിയത്. അങ്ങനെയാവാനാണ് സാധ്യത. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഞാനും അതിനോട് വിയോജിക്കുന്ന ആളാണ്, അശേഷം യോജിക്കുന്ന ആളല്ല. കാരണം നമ്മളിപ്പോൾ കണ്ടെത്തിയ കാര്യം എന്താ? പ്രാകാരവാതിലിന് വെളിയിൽ വന്ന് നിന്ന് ചാടിത്തുള്ളിയിട്ട് പോകുന്നതല്ല പുതിയ നിയമ ആരാധന. വ്യക്തിപരമായി നാം ഓരോരുത്തരും ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന നിമിഷങ്ങളാണത്. നാം നമ്മുടെ ദൈവത്തോട് സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ആരാധനയിൽ സജ്ജമാക്കുന്ന സമയമാണ്. അവിടെ വേറൊരാൾ വന്ന് ദോശ മറിച്ചിടുന്ന പോലെ അങ്ങോട്ട് മറിച്ചിട്ടു ഇങ്ങോട്ട് മറിച്ചിട്ടു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾ മുൻ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എങ്കിലൊരു വാക്ക് പറയാം. ഈ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട പദവികൾ അവർ വഹിക്കുന്നുണ്ട്. പുതിയ നിയമ ആരാധനയ്ക്ക് വരുന്ന ഓരോരുത്തരും ചിലപ്പോൾ അവർ സഭായോഗത്തിന് വരുന്ന ഏതെങ്കിലും കുടിലിൽ നിന്നൊക്കെ ആയിരിക്കാം. ആ കുടിലിൽ ഇരുന്നു കൊണ്ടും അവർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നുണ്ടാകാം. ഒരു ടാർപോളിൻ വിരിച്ച ഒരു ചെറിയ കൂര, ഒരു ടെൻറ്റ്, അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലിരുന്നു അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ടാകാം. അതിൻ്റെ തുടർച്ചയെന്നോണം സാക്ഷികളുടെ ഒരു സമൂഹം ഉണ്ടല്ലോ, വിശുദ്ധന്മാരുടെ നടുവിലേക്ക് കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു നടപടിക്രമത്തിലേക്ക് അവർ കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുന്ന അവർ ഓരോരുത്തരും പുതിയ നിയമത്തിൻ്റെ രാജാക്കന്മാരാണ്. അങ്ങനെ കടന്നു വരുന്ന അവർ ഓരോരുത്തരും പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാണ്. ആൺ പെൺ വ്യത്യാസമന്യേ ആ നല്ല തിരിച്ചറിവിലാണ് അവർ വരേണ്ടത്. അവർ അവിടെ ഒരുമിച്ച് കൂടുന്ന 50 പേരുണ്ടെന്ന് വിചാരിക്കുക. ആ 50 പേര് ഉത്തമ ബോധ്യത്തിലായിരിക്കണം വരേണ്ടത്. ഉത്തമ ബോധ്യത്തിൽ ലെവലേശം ചഞ്ചലിപ്പ് പാടില്ല. ഞാൻ പുതിയ നിയമത്തിൻ്റെ പുരോഹിതനാണോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ, അങ്ങനെ ചഞ്ചലിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? നിങ്ങളുടെ പദവികൾ നിങ്ങൾ തിരിച്ചറിയണ്ടേ? നിങ്ങളുടെ തോളത്ത് എത്ര സ്റ്റാർ ഉണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണേ സഹോദരങ്ങളെ. ആ തിരിച്ചറിവിലാണ് ദൈവത്തെ ആരാധിക്കാൻ വരേണ്ടത്. അപ്പോൾ അങ്ങനെ അവർ ദൈവസന്നിധി കടന്നു വരുമ്പോൾ വലിയ തലയെടുപ്പുണ്ടായിരിക്കും, വലിയ തലയെടുപ്പ്. അത് തന്നെയല്ല അവരുടെ ഉള്ളിൽ വസിക്കുന്ന ആരാ? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമാണ് വസിക്കുന്നത്. അവരെ ആരാധനയിൽ സജ്ജമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതെല്ലാം തിരിച്ചറിവുകളാണ്. അവരെ അതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും അവർ പുത്രൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്നതും ആ സമയത്ത് അവരുടെ ഉള്ളം ചൂടുപിടിക്കുന്നതും അപ്പോൾ അവർ നാവെടുത്ത് സംസാരിക്കുന്നതും അങ്ങനെ വലിയ കാര്യങ്ങൾ, വൻകാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. വൻകാര്യങ്ങൾ അതെങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല പിടിയില്ല. എനിക്ക് അത്രയൊക്കെ പറയാൻ അറിയില്ല. അത് വലിയൊരു നിമിഷങ്ങളാണ്, അത് അനുഭവിക്കുന്ന നിമിഷങ്ങളാണ്. രക്ഷയുടെ പാനപാത്രം ഉയർത്തിക്കൊണ്ട് അവൻ എന്നോട് ചെയ്തതോർക്കുമ്പോൾ, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എന്നെ ഉദ്ധരിച്ചതോർക്കുമ്പോൾ, എന്നെ വിടുവിച്ചതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുന്നു എന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. നാം സേവിക്കുന്ന വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ കാരണത്താൽ നമ്മൾ അവനെ ആരാധിക്കുകയാണ്. ആ രീതിയിലേക്കൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ തെരഞ്ഞെടുപ്പ് ലഭിക്കപ്പെട്ടവരാണ്. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ സ്മരണകളുണ്ടാകും. അതിലെ ഗംഭീരമായ സ്മരണ ഏതാ? പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് അവൻ എന്നെ ഉദ്ധരിച്ചു. അതൊരു സ്മരണയല്ലേ? അവൻ എന്നെ നടത്തുന്ന വിധങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ, എന്നോടുള്ള നടത്തിപ്പുകൾ, എന്നോടുള്ള കരുതലുകൾ, ഇതെല്ലാം വെച്ച് എൻ്റെ മേൽ പകരപ്പെട്ട ആ പകർച്ചയോർക്കുമ്പോൾ എല്ലാം ചേർത്ത് എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയും. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിക്കുകയാണ്. വാക്കുകൾ ഭാഷണമില്ലാതെയും ചില സമയത്ത് പോവും. ഉള്ളം നുറുങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുന്ന നിമിഷങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്നാൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ കാര്യങ്ങളെ നിഷേധാത്മകമായിട്ടല്ല പറയുന്നത്, ഒരു നെഗറ്റീവ് സെൻസിലല്ല പറയുന്നത്.
മനസ്സിലാക്കുക, നമ്മുടെ കൂട്ടായ്മകളിൽ പാട്ടുകളൊക്കെ പാടാൻ വാസനയുള്ള സഹോദരീ സഹോദരന്മാരുണ്ട്, ഗീതങ്ങൾ ആലപിക്കാൻ. ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. ഇത്രയും പേര് ഇരിക്കുന്നതിൽ ഞാനൊരാൾ തനിച്ച് ചിലപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ, ഞാനിവിടെ വീട്ടിൽ പാട്ടൊക്കെ പാടും, അതുപോലെ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ ഇവിടെ ഇരിക്കുന്ന സഹോദരീ സഹോദരന്മാർക്ക് അറിയാം, അവിടെയും ഞാൻ പാട്ടുകൾ ലീഡ് ചെയ്യും, പാട്ടൊക്കെ പാടും. അതേസമയം ഇങ്ങനെയുള്ള സംവിധാനത്തിലൊക്കെ വന്ന് ഇന്ന് ഞാൻ പാട്ട് പാടാറില്ല. ഞാനങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസികളുടെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന കന്നുകാലികളൊക്കെ ചിലപ്പോൾ ഓടിപ്പോകാനിട വരും. അതുകൊണ്ടാണ് ഞാനങ്ങനെ പാട്ട് ലീഡ് ചെയ്യാനും മറ്റു കാര്യത്തിനോ വരാത്തത്. പറഞ്ഞു വരുന്നതിൻ്റെ സാരം, നമ്മുടെ ഇടയിൽ പാട്ടുകൾ പാടുവാനും ആ കാര്യങ്ങൾക്കൊക്കെ നല്ല വാസനയുള്ള സഹോദരീ സഹോദരന്മാരുണ്ട്. അങ്ങനെയുള്ള സഹോദരീ സഹോദരന്മാർ പാട്ടുകൾ ലീഡ് ചെയ്യട്ടെ, അവർ പാട്ടുകൾ എടുത്തിടട്ടെ, അവർ പാട്ട് പാടി തുടങ്ങട്ടെ. നമ്മളെല്ലാം അവരോട് ചേർന്ന് ഒരുമിച്ച് പാടി സന്തോഷിക്കാം. അതിനെന്താ കുഴപ്പം? അതിനൊരു കുഴപ്പമില്ല. ആ സമയത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിക്കാനായിട്ട് വാസനയുള്ളവരുണ്ടെങ്കിൽ അവരതൊക്കെ വായിക്കട്ടെ, പാട്ടിൻ്റെ താളത്തിന് വേണ്ടി. അപ്പോൾ തന്നെ ഓർക്കണം, നമ്മൾ സങ്കീർത്തനം 68 വായിച്ച് മുന്നമേ പറഞ്ഞിട്ടുണ്ട്, സംഗീതക്കാർ മുമ്പിലും വീണക്കാർ പിമ്പിലുമാണ്. വീണക്കാർ മീൻസ് ഓർക്കസ്ട്ര മുൻപിൽ കയറരുത്, സംഗീതം മുൻപിൽ നിൽക്കണം. സംഗീതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർത്തും ദൈവത്തിൻ്റെ മഹത്വത്തെയും വല്ലഭത്വത്തെയും ഓർത്താണ് നമ്മൾ സ്തുതിഗീതങ്ങൾ പാടുന്നത്, സ്തോത്രഗീതങ്ങൾ പാടുന്നത്, പ്രത്യാശാഗീതങ്ങളൊക്കെ പാടുന്നത്. അവിടെ നമ്മുടെ പാട്ടും നമ്മുടെ ശബ്ദവുമാണ് ഉയർന്നു നിൽക്കേണ്ടത്. ഈ ഓർക്കസ്ട്ര എന്ന് പറയുന്ന സാധനം, തട്ടുമുട്ട് സാധനങ്ങൾ, അത് ചില ചർച്ചകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ നമ്മുടെ ഡയഫ്രം എല്ലാം അടിച്ചു പോവും. ആ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഒരു ചർച്ചിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പാടിയ പാട്ടൊരു മനുഷ്യക്കുഞ്ഞ് കേട്ടില്ല, നിങ്ങൾ പോലും കേട്ട് കാണില്ല, അത്ര ഉച്ചത്തിലാണ് ഈ ഓർഗനൊക്കെ ഇട്ട് ഇരപ്പിക്കുന്നത്. അങ്ങനെയല്ല ദൈവസന്നിധിയിൽ. ഈ പാട്ടുകളുടെ താളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ക്രമത്തിൽ മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും. അല്ലാതെ നിങ്ങളിത് നിന്നെയും കൊല്ലും ഞാനും ചാവും എന്നുള്ള ആ ഒരു രാഗത്തിൽ എടുക്കരുത്. ഇത് അങ്ങനത്തെ രാഗത്തിൽ പോകരുത്. ശാന്തമായ രാഗത്തിൽ കാര്യങ്ങളെ പിടിക്കുക, നമ്മൾ സന്തോഷിച്ച് മടങ്ങാൻ ഇടവരിക. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? നമ്മുടെ സഹോദരീ സഹോദരന്മാർ പാട്ടുകൾ പാടട്ടെ, ഇതൊക്കെ വായിക്കാനും ചലിപ്പിക്കാനും കഴിയുന്ന സഹോദരങ്ങൾ ആ സമയത്ത് അവരും അത് ചെയ്യട്ടെ. എന്നിട്ട് ആ പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നത് എപ്പോഴാണോ? പാട്ടിൻ്റെ പിന്നിൽ ആരാധിക്കുന്നവരുണ്ട്, ചിലപ്പോൾ അതിനുവേണ്ടി വേറിട്ട സമയങ്ങൾ തന്നെ വേർതിരിക്കുന്നവരുണ്ട്. ചില കൂട്ടായ്മകളിലൊക്കെ അവർ മനഃപൂർവ്വമായി അതിനുവേണ്ടി സമയം വേർതിരിക്കും. നമുക്കിനി കുറച്ച് സമയം ആത്മാവിൽ ആരാധിക്കാം. അങ്ങനെ ആത്മാവിൽ ബലമേറ്റെടുത്ത് ആത്മാവിൽ സന്തോഷിച്ച്, അതാണ് ഈ സഭായോഗത്തിൽ ഒത്തുകൂടുന്നതിൻ്റെ ഏറ്റവും ഗൗരവമായ കാര്യം. നാം ദൈവത്തെ ആരാധിക്കാൻ ഒത്തുകൂടുന്നതാണത്. അവിടെയല്ല നമ്മൾ കൂടുതൽ വചനം കേൾക്കേണ്ടത്. ഇപ്പോൾ ഇതൊരു കോംപ്ലിക്കേഷൻ വരരുത്. നമ്മൾ സഭായോഗത്തിൽ ഒത്തുകൂടുന്നത് ദൈവസന്നിധിയിൽ അർപ്പണത്തിന് വേണ്ടി കടന്നു വരുന്നതാണ്. അവിടെ നമ്മൾ സ്തുതിഗീതങ്ങൾ പാടും, ആത്മാവിൽ ആരാധിക്കും, അതിനൊക്കെ സമയമെടുക്കും. അപ്പോൾ ദൈവവചനത്തിന് പ്രാധാന്യമില്ല. ദൈവവചനം പ്രസംഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ദൈവവചനമൊക്കെ പഠിപ്പിക്കാൻ വേറെ ദിവസം എടുത്തോണം. ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൂതുകൾ, സന്ദേശങ്ങൾ കൈമാറാം. അത് 2 മണിക്കൂർ 3 മണിക്കൂറൊന്നും വേണ്ട. അത് കുറഞ്ഞ സമയം മതി, ഹാഫ് ആൻ അവറൊക്കെ മതി. അതിൽ കൂടുതലൊന്നും വേണമെന്നില്ല. അതേസമയം ആ കൂടിവരവിൽ കൂടുതൽ സമയം ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇടവരണം. അയ്യോ പാസ്റ്ററെ, അപ്പോൾ വചനം പഠിക്കണ്ടേ, വചനത്തിനല്ലേ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അതിനാണെന്നേ പിന്നെയും 6 ദിവസം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു ദിവസമല്ലല്ലോ ദൈവം സൃഷ്ടിച്ചത്, 6 ദിവസം സൃഷ്ടിച്ചിട്ടുണ്ട്. പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ബൈബിൾ ക്ലാസ്സുകൾ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ക്ലാസ്സുകൾ, അതായത് ബൈബിൾ സ്റ്റഡി, സുദീർഘമായ സ്റ്റഡികളുണ്ടായിരുന്നു. ഓരോരോ പുസ്തകങ്ങളെക്കുറിച്ച്, ഓരോരോ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കുമായിരുന്നു. ചാർട്ടുകളൊക്കെ ഇട്ട് അങ്ങനെ പഠിപ്പിച്ചും പറഞ്ഞും അവർ വചനത്തിൽ നല്ല നിപുണന്മാരായി മാറുകയാണ്. അങ്ങനെ വചനത്തിൽ നിപുണന്മാരായ, വചനമകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സഭായോഗത്തിന് ഒത്തുകൂടുന്നത്. അതുപോലെ കോട്ടേജ് മീറ്റിങ്ങിന്, അതുപോലെ ഉപവാസ പ്രാർത്ഥനകൾക്ക്, അതുപോലെ ഉണർവ് യോഗങ്ങൾക്ക് അവിടെയൊക്കെ തീ പാറും. അതെങ്ങനെ ഈ പാറുന്നത്? ചുമ്മാ കാറ്റടിപ്പിച്ച് പാറിക്കുന്നതല്ല. അത് വചനമകത്തുള്ളത് കൊണ്ട്, ആ വചനത്തിൻ്റെ പിൻബലത്തിലാണ് അവർ ആത്മാവിൽ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കാൻ, പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും ആരാധിക്കാൻ വരുന്നത്. ഇവിടെ ഞാൻ നമ്മുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം സൂചിപ്പിച്ചു. ആ കാര്യം തന്നെ 2 ആഴ്ച മുമ്പുള്ള മെസ്സേജിൽ പറഞ്ഞു. ആ മെസ്സേജ് ഏതാണ്ട് 8,000-9,000 ആൾക്കാർ കണ്ടു. എന്നിട്ട് നമ്മൾ അന്ന് പറഞ്ഞ ആ കാര്യം
ആധുനിക പെന്തിക്കോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആരും നമ്മളോട് സംസാരിക്കാൻ വന്നിട്ടില്ല ഇതുവരെ. ഒരു നെഗറ്റീവ് കമൻ്റ് ആ വിഷയത്തിൽ വന്നില്ല. അതെന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച്, ഏതാ ഈ ആത്മാവിലുള്ള ആരാധനയുടെ സമയത്ത് പക്കമേളങ്ങളൊക്കെ ഒന്ന് നിർത്തി വെക്കണമെന്ന്. ആത്മാവിലുള്ള ആരാധനയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദനീയമല്ല. കാരണം എന്താ? ഈ ആരാധനയുടെ നിഴൽ നമ്മൾ പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ് ധൂപാർപ്പണം അഥവാ ആരാധന നടക്കുന്ന അവിടെയാണ്. അത് ഇസ്രായേലിൻ്റെ പുരോഹിതന്മാർ ഭയന്നിട്ടാണ് അവിടെ കടന്നു വന്നിരുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ഒരു വാക്യം എഴുതിയിരിക്കുന്നത്. ആ വാക്യം നമുക്കൊന്ന് വായിച്ചാലോ? ഹീബ്രു ചാപ്റ്റർ 10 വേഴ്സ് 19 ഓൺവേർഡ്സ്. 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രിയ സഹോദരങ്ങളെ, ഈ വായിച്ചു കേട്ട വാക്യം ആരാധനയുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയ വാക്യമാണ്. നാം ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലണമെങ്കിൽ പരമാർത്ഥ ഹൃദയം വേണം. അങ്ങനെ ഒരു ഹൃദയം ലഭിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടണം. അങ്ങനെ രക്ഷിക്കപ്പെട്ടൊരു പരമാർത്ഥ ഹൃദയം അഥവാ ഒരു മാംസളമായ ഹൃദയം ലഭിക്കപ്പെട്ട വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി വരണം. അങ്ങനെയല്ലേ വായിച്ചത്? ദുർമനസാക്ഷി നീങ്ങുമാർ എന്ന് പറഞ്ഞാൽ നിർമ്മല മനസാക്ഷിയോടെ അടുത്തു വരണം. എങ്കിലേ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ. അങ്ങനെ വരണമെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. ഇതൊക്കെയാണ് അതിൻ്റെ ആദ്യപാഠങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ വായിച്ചത്? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. ആ വാക്കൊന്ന് പുറത്തെടുത്ത് ശ്രദ്ധിക്കുക. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. ഇതാരായി വായിക്കുന്നത്? എബ്രായ ക്രിസ്ത്യാനികളാണ് തുടക്കത്തിൽ വായിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വായിക്കുന്ന ആരാ? വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് സത്യവിശ്വാസത്തിലേക്ക് വന്നവരാണ് ഇപ്പോൾ വായിച്ചതും വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോട് പറയുകയാണ്, അല്ലെങ്കിൽ ആദ്യം എബ്രായ ക്രിസ്ത്യാനികളോടാണ് പറഞ്ഞത്, പിന്നീട് ആ ശബ്ദം നമ്മോടും പറയുകയാണ്. നാം ധൈര്യത്തോടെ ദൈവാലയത്തിലേക്ക് അഥവാ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് പറയുന്നത്. പഴയ നിയമത്തിൽ ദൈവാലയം എന്ന് പറയുന്നത് യെരൂശലേം ദൈവാലയത്തിൽ തന്നെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം. ഇവിടെ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യപൂർവ്വം അടുത്തു വരാമെന്നുള്ളതാണ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തിക്കൊണ്ട് തൻ്റെ രക്തം ഒഴിച്ചുകൊണ്ടാണ് നമുക്ക് ദൈവാലയത്തിലേക്ക് കടന്നു വരുവാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ കടന്നു വരാം. അതേസമയം പഴയ നിയമ പുരോഹിതന്മാർ ആരാധനയോടുള്ള ബന്ധത്തിൽ ധൂപാർപ്പണത്തിന് കടന്നു വരുമ്പോൾ ധൈര്യത്തോടെയൊന്നും അല്ല കടന്നു വന്നിരുന്നത്. അവർ ഭയന്നിട്ടാണ് കടന്നു വന്നിരുന്നത്. കാരണം കനത്ത ദൈവസാന്നിധ്യമാണ്. ആ ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വന്ന് ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അത് ചട്ടപ്രകാരം തന്നെ ആയിരിക്കണം. കടന്നു വരുന്ന പുരോഹിതൻ ശുദ്ധീകരണം പ്രാപിച്ചു വേണം കടന്നു വരാൻ. അവൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ വസ്ത്രത്തിൽ യാതൊരു സ്പോട്ടും പാടില്ല. അങ്ങനെ വളരെ നിഷ്കർഷയുണ്ട് പഴയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ. അപ്പോൾ പുതിയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിലോ ഇഷ്ടമുള്ള പോലെ വരാം. അങ്ങനെയാണോ? സഹോദരങ്ങളെ, ആ പഴയ നിയമത്തിലെ ദൈവത്തെ തന്നെയാണ് പുതിയ നിയമത്തിൽ നാം സേവിക്കുന്നത്, അല്ലാതെ വേറെ ദൈവത്തെ അല്ലല്ലോ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം വളരെ സിമ്പിളായി എന്നാണോ അർത്ഥമാക്കുന്നത്? അവിടെ തൽക്ഷണം മരിച്ചു വീഴും. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അതാണ് നമ്മുടെ ആളുകൾക്ക് ആ ലാഘവത്വം വരുന്നത്. ഇവിടെ നാം ദൈവസാന്നിധ്യം അനുഭവിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എന്താ ഈ വാക്യത്തിലൂടെ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്? നമുക്കിന്ന് ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം എന്നുള്ളതാണ് ആ വാക്യത്തിലൂടെ പറയാനായിട്ട് പരിശ്രമിച്ചത്. പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു. പഴയ നിയമ ആരാധനയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല. അവിടെ കാര്യങ്ങൾ സിമ്പിളല്ല, ഗൗരവമാണ്. ഇവിടെ അതിലും ഗൗരവമാണ്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരിതൊന്നും മനസ്സിലാക്കാതെ ദൈവസന്നിധി അലക്ഷ്യമാക്കാറുണ്ട് പലപ്പോഴും.
ഓക്കെ, അങ്ങനെ നാം ദൈവസന്നിധി കടന്നു വന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കരുതെന്നുള്ള കാര്യമാണ് ഞാൻ മുന്നമേ പറഞ്ഞു വെച്ചു എന്ന് പറയുന്നത്. അത് കേട്ടവർ നമ്മളെ എതിർക്കാൻ വന്നിട്ടില്ല ഇതുവരെ. എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്താ ആരും എതിർക്കാൻ വരാത്തതെന്ന്. ഒരു ചെറിയ കമൻറ്റ് പോലും വന്നില്ല. അപ്പോൾ ആ ഭാഗം കേട്ടപ്പോൾ ആളുകൾ ചെവി അടച്ചു പിടിച്ചാണോ കേട്ടതെന്ന് അറിയില്ല. അത് ചെവി തുറന്നാൽ കേൾക്കുന്നതെങ്കിൽ ഇന്ന് 99.99% പെന്റിക്കോസ്റ്റ് ചർച്ചുകളിലും അങ്ങനെയല്ലേ ഈ ആരാധനാ രീതികളൊക്കെ പോകുന്നത് അല്ലേ? പാട്ടൊക്കെ പാടുന്നതിന് മുമ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് തകർത്തുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് തന്നെ. നമ്മളീ പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവം, ആത്മാവിലുള്ള ആരാധനയുടെ സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിശബ്ദമായിരിക്കുക, എന്നിട്ട് നാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. അതാണ് നമ്മൾ പുതുനിയമം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഗൗരവമായ കാര്യങ്ങൾ. ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം ഒന്ന് മടങ്ങി വരികയായിരുന്നെങ്കിൽ ആരാധനയിൽ വലിയ ദൈവസാന്നിധ്യം വെളിപ്പെട്ടേനെ, മനുഷ്യർക്ക് രൂപാന്തരങ്ങളുണ്ടായേനെ, ദൈവത്തിന് പ്രസാദകരമായേനെ. ഈ പഠനം എങ്ങനെ ഖണ്ഡിക്കാൻ പറ്റും? പഴയ നിയമത്തിലെ ആരാധനയുടെ രീതി അതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അല്ലാതെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നിയതുപോലെ ബഹളം ഉണ്ടാക്കുകയാണോ? ആളുകളെ ആരാധിപ്പിക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ടും വ്യഗ്രതപ്പെട്ടും കാര്യങ്ങളെ പറയേണ്ട ആവശ്യമില്ല. ഈ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട ദൈവദാസന്മാർ, നമ്മൾ പറഞ്ഞു 5 വിധ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ, അവർ ഈ ആരാധനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് വരുമ്പോൾ അവരും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പുതിയ നിയമ സഭയിലെ വർഷിപ്പ് ലീഡർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവ് ആക്കി വെച്ചൊരു ശുശ്രൂഷകൻ അവിടെയുണ്ട്. അദ്ദേഹം സ്വന്തം നിലയിൽ ദൈവത്തെ ആരാധിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ സന്തോഷ നിമിത്തം അദ്ദേഹം പല കാര്യങ്ങളും പറയും. അത് വേറെ ആളുകളെ ഉത്തേജിപ്പിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് ആരാധിപ്പിക്കാനോ അല്ല. അവർ വീട്ടിൽ നിന്ന് ഒരുങ്ങി വരണമെന്നേ. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ആട്ടിൻകൂട്ടത്തെ വചനം പഠിപ്പിച്ച് സത്യാരാധനയെക്കുറിച്ചുള്ള ബോധ്യങ്ങളെ കൊടുത്ത് അവരെ സജ്ജമാക്കിക്കൊണ്ട് വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ആ ബോധ്യത്തിൽ തന്നെ അവർ വരുവാനായിട്ട് അവരെ പ്രാപ്തരാക്കണം. അല്ലാതെ ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ട് ആ സമയത്ത് ആ 5 മിനിറ്റ് കൊണ്ട് ശരി കുറേ കാര്യങ്ങളെ പറഞ്ഞേക്കാം, നിൻ്റെ പനി മാറിയത് ഓർത്താൽ എങ്ങനെ ആരാധിക്കാതിരിക്കും? പിന്നെ ഞാൻ നിനക്ക് ഇനി അസുഖം വന്നത് ഓർത്താൽ ആരാധിക്കാൻ പറ്റില്ലല്ലോ. നിൻ്റെ അസുഖം മാറിയത് ഓർത്താൽ നിനക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? നിന്നെ ന്യൂയോർക്കിലേക്ക് വിട്ട ദൈവം ജീവനുള്ള ദൈവമാണ്, അത് ഓർത്താൽ നിനക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ആളുകളെ അന്നേരം ഇളക്കുന്നത്. ഇതൊന്നും പറഞ്ഞല്ല സഹോദരങ്ങളെ ഇളക്കേണ്ടത്. ഇളക്കുക എന്ന് പറയുന്നൊരു പരിപാടി പുതിയ നിയമത്തിലില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ ഇളക്കിയത്. നമ്മളെല്ലാം ഉറച്ചിരുന്നതാണ് ചില സ്ഥലങ്ങളിൽ. അവിടെ നിന്ന് ഇളക്കി മറിച്ച് നമ്മളെ കൊണ്ടുവന്നു, ഹെവൻലി റെലംസിലേക്ക് കൊണ്ടുവന്നില്ലേ? ചില പാരമ്പര്യങ്ങളും ചില മിഥ്യാധാരണകളെയൊക്കെ ഉടച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുവന്നു സത്യാരാധനക്കാരെന്ന നിലയിൽ. പുത്രനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമുക്ക് നൽകുകയായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നിട്ട് പുത്രനെയല്ലേ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. പരിശുദ്ധാത്മാവ് അവനെ നമുക്ക് കൂടുതൽ ബോധ്യമാകുമെണ്ണം കാര്യങ്ങളെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ശരിയാവണ്ണമുള്ള ആരാധനയിലേക്ക് വരികയായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു, നമ്മെ ഒരുക്കുകയായിരുന്നു. ഒരുക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. പാസ്റ്റർ അല്ല. പാസ്റ്റർ വചനം പഠിപ്പിക്കും. ആ വചനം പഠിപ്പിക്കുന്നത് നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞത് ഈ സഭായോഗത്തിലോ ഇങ്ങനെയുള്ള കൂടിവരവിലോ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമ്മളൊരു ഒരുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനാണ് ഞാൻ ഇളക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഇളക്കും പരിപാടിയല്ലെന്നേ. നമ്മുടെ ഉള്ളത്തിൽ വചനം വീഴണം, നമ്മുടെ ഉള്ളത്തിൽ വചനമാകുന്ന വിത്ത് വീഴണം. നിരന്തരമായി ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആ ബോധ്യത്തിലാണ് അടുത്തൊരു ദിവസം വരുവാനായിട്ട് വ്യഗ്രതപ്പെടും. വിശുദ്ധന്മാരോടുകൂടെ ഒരുമിച്ച് എൻ്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കണം. അതായത് ഒരു നൂല് കോർത്തതുപോലെ ഇരിക്കും ആ ആരാധന. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്ന ആരാധന അത് മാനുഷികമല്ല. കൈകളടിക്കും, ആ സമയത്ത് ഉച്ചത്തിൽ സ്തുതിക്കും, അതുപോലെ ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കും. ഇതെല്ലാം പരിശുദ്ധാത്മ നിയന്ത്രിതമായിരിക്കും. അത് നമുക്ക് മനസ്സിലാകും. കടലിലെ തിരമാല ഇങ്ങനെ ഉയർന്നും പൊങ്ങിയും പോകുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് ആ ആരാധനയെ സമ്പന്നമാക്കുന്നത് അല്ലേ, വളരെ മനോഹരമായ നിലയിൽ. അങ്ങനെ ആ ആരാധന കഴിഞ്ഞു പോകുന്ന വിശുദ്ധമതികളായ സഹോദരിമാർ, വിശുദ്ധന്മാരായ സഹോദരന്മാർ, അവർ ബലമേറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. അശേഷം നിരാശ അവരുടെ മുഖത്ത് കാണില്ല. അവർ വളരെ ആഹ്ലാദ ചിത്തരായിട്ടായിരിക്കും മടങ്ങുന്നത്. ഒരു പക്ഷേ അവർ ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നപ്പോൾ
ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ ഗൗരവമായ കാര്യങ്ങളാണെങ്കിലും മനുഷ്യജീവിതത്തിൽ ദുഃഖങ്ങൾ കടന്നു വരാവുന്ന കാര്യങ്ങളില്ലേ, നിരാശകൾ കടന്നു വരാവുന്ന വിഷയങ്ങളുണ്ടാവും കുടുംബജീവിതത്തിൽ, അവരുടെ തൊഴിലിടങ്ങളിൽ, മറ്റു മേഖലകളിലൊക്കെ. ഒരുപക്ഷെ അതൊക്കെ അവരെ സ്പർശിക്കും. ജോലി സംബന്ധമായ ഒരു സന്നിഗ്ധാവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എല്ലാം മറന്നിട്ട് ആരാധിക്കണമെന്ന് പറഞ്ഞാൽ തന്നെയും മനുഷ്യനാണ്, ബലഹീനനാണ്, അതൊക്കെ സ്മരണയിലേക്ക് ചിലപ്പോൾ വരാം. അങ്ങനെ വരുന്ന കാര്യങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ ആത്മാവിൽ ബലം പ്രാപിച്ചു കഴിയുമ്പോൾ മടങ്ങിപ്പോകുന്നത് ആ കാര്യത്തെ ഒന്നും ഓർത്തുകൊണ്ടല്ല. മടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? അതിലൊന്നും കാര്യമില്ല, അതൊന്നും സാരമില്ല, അതിലൊക്കെ നീക്കുപോക്ക് തരുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. നീക്കുപോക്ക് തന്നാലും കൊള്ളാം, തന്നില്ലെങ്കിലും കൊള്ളാം, നിന്റെ നാമം മഹത്വം എടുക്കട്ടെ. നോക്കണം, ചുമ്മാ ഒരു പഴയ നിയമക്കാരായ ശദ്രക്ക് മേശക്ക് അഭേദനവും എന്നാ പറഞ്ഞത്? വിടുവിച്ചാലും കൊള്ളാം, വിടുവിച്ചില്ലെങ്കിലും കൊള്ളാം. അതൊക്കെ ഗംഭീര വാക്കുകളാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമക്കാരായ നാം എന്തായിരിക്കും പറയേണ്ടത്? ആ കാര്യത്തിലൊരു നീക്കുപോക്ക് കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം, എൻ്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ്റെ സ്നേഹം ഉതിർന്നു പോകുന്നില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നു. തൻ്റെ കരുതൽ എൻ്റെ മേലുണ്ട്, തൻ്റെ സംരക്ഷണം എൻ്റെ മേലുണ്ട്. വയലിലെ താമരയെ പോഷിപ്പിച്ച, ചമച്ച, അല്ലെങ്കിൽ ആകാശത്തിലെ പറവകൾക്ക് അതാത് കാര്യങ്ങൾ കൊടുക്കുന്നൊരു ദൈവമാണ് എൻ്റെ ദൈവം. അവരെയൊക്കെ തീറ്റി പുലർത്തി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, അയ്യോ, തൻ്റെ ഛായയിലെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച, വീണു പോയെങ്കിലും തൻ്റെ പുത്രൻ്റെ രക്തം മറുവലിയായി കൊടുത്തുകൊണ്ട് എന്നെ വീണ്ടെടുത്ത് തൻ്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തുന്ന ആ സ്നേഹവാനായ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു കരുതലും ഇല്ലയോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കും. ഞാൻ സ്വയം ബലമേറ്റെടുക്കും. നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ, ദാവീദിൻ്റെ കാര്യത്തിൽ ആരും സഹായിക്കാനില്ല, ആരും സപ്പോർട്ട് ചെയ്യാനും ബലപ്പെടുത്താനുമില്ല, നല്ല വാക്ക് പറയാനുമില്ല. ദാവീദ് തന്നെത്താൻ ബലപ്പെടുത്തിയെന്നാണ്. ദാവീദ് ദൈവസന്നിധിയിൽ തന്നെത്താൻ ബലപ്പെടുത്തിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുപോലെ നാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ഈ ആരാധനയിൽ ബലമേറ്റെടുക്കുകയാണ്. ചുമ്മാ ഒരു കസർത്തല്ല സഹോദരങ്ങളെ പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത്. അവിടെ നാം നമ്മുടെ ദൈവവുമായി മുഖാമുഖം വരുന്ന സമയമല്ലേ അത്? മുഖാമുഖം വരികയാണ്, അനുഭവിക്കുകയാണ്, ആത്മാവിൽ അനുഭവിക്കുകയാണ് അങ്ങനത്തെ നിമിഷങ്ങൾ. അപ്പോൾ അതിനിടയിൽ വേറെ മീഡിയേറ്റേഴ്സ് ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. മീഡിയേറ്റേഴ്സ് ആരുമില്ല. അപ്പോൾ ഈ ശുശ്രൂഷകനോ, ഞങ്ങളുടെ ഉപദേശി, അയാൾ മീഡിയേറ്ററാണോ? അന്നേരം അദ്ദേഹവും ദൈവസന്നിധിയിൽ ആനന്ദിക്കുകയാണ്. ദൈവസാന്നിധ്യത്തിൽ അദ്ദേഹവും മുങ്ങിപ്പോയി. അദ്ദേഹം ദൈവത്തെ ആരാധിക്കുകയല്ലേ, അദ്ദേഹം ആ ബലം ഏറ്റെടുക്കുകയല്ലേ. തൻ്റെ ശുശ്രൂഷയിലെ വെല്ലുവിളികൾ, ഇടത്തോട്ട് വിളിക്കുമ്പോൾ വലത്തോട്ട് പോകുന്ന വിശ്വാസികൾ, പലതരത്തിലല്ലേ വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞാൽ പലതരം ആട്ടിൻകൂട്ടമല്ലേ. ചിലപ്പോൾ കിഴക്കോട്ട് പോകാൻ പറയുമ്പോൾ പടിഞ്ഞാട്ട് പോകും. ആ ഇല തിന്നരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒന്ന് കടിച്ചു നോക്കും. അല്ല, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നല്ല ഹെഡേക്ക് ഈ ഉദ്ദേശിക്കുണ്ടാവും. പിന്നെ അദ്ദേഹം വലിയ പുഞ്ചിരിയോടുകൂടിയൊക്കെ വന്ന് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ പലവിധമായ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോഴായിരിക്കും തൻ്റെ കൂട്ടായ്മയിലുള്ളൊരു പെങ്കൊച്ച് ഇങ്ങനെ തലകുത്തി നടന്നു പോകുന്നു. 2 ദിവസം മുമ്പ് ആ വേറൊരു ചെറുക്കൻ ആ കൂട്ടായ്മയിലുള്ള അവനും ഇതുപോലെ തലകുത്തി നടന്നു പോകുന്നു. അതായത് കാല് മേപ്പോട്ടും തല കീപ്പോട്ടും. അയ്യോ, അങ്ങനെയൊക്കെ നടക്കാവോ? അതായത് അങ്ങനത്തെ നടപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വലിയ ദുഃഖം ഈ പാസ്റ്റർക്കുണ്ട്. ആ വിഷയത്തിൽ ഈ ശുശ്രൂഷകന് നല്ല ദുഃഖമുണ്ട്. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. താൻ പറഞ്ഞാൽ അനുസരിക്കാത്ത കമ്മിറ്റിക്കാർ, അങ്ങനെ പലവിധമായ ഭാരങ്ങൾ തന്നെ ഭരിക്കുന്നുണ്ട്. പക്ഷേ ഈ ആത്മാവിലുള്ള ആരാധനയിൽ താനും എല്ലാം മറന്ന് ദൈവസന്നിധിയിൽ ആനന്ദിക്കുകയാണ്. തൻ്റെ ഉള്ളിൽ ചില ബോധ്യങ്ങൾ വരികയാണ്. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവം, ഈ ആട്ടിൻകൂട്ടത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ദൈവം എല്ലാത്തിനും മുടിവ് വരുത്തും, അതെല്ലാം പരിഹരിക്കും. ഞാൻ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഏതേതെല്ലാമാണോ, ആരെക്കുറിച്ചൊക്കെയാണോ ഭാരപ്പെടുന്നത്, അവിടെയെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കും. ആ ഒരു ധൈര്യത്തിലും വിശ്വാസത്തിലുമാണ് അദ്ദേഹം അന്ന് കൂട്ടായ്മ കഴിഞ്ഞ് പിരിയുന്നത് അല്ലേ. ഇതിനിടയിൽ മീഡിയേറ്റേഴ്സ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അതിനിടയ്ക്ക് ഓർഗനിട്ട് അരപ്പിക്കുന്ന എന്തിനാ? അതിൻ്റെ ഇരപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇരപ്പിച്ച് തകർക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യമാണ് പാട്ടുപാടാൻ വാസനയുള്ള സഹോദരങ്ങളെ ആ കാര്യത്തിന് ഉത്സാഹിപ്പിക്കുക. എനിക്കറിയാവുന്ന കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ അവരുടെ ആരാധനകളിൽ അവർക്ക് പാട്ടുപാടാൻ കഴിവുള്ള സഹോദരീ സഹോദരന്മാരുണ്ട്. അവരെല്ലാം മുൻനിരയിലിരിക്കും. മുൻനിരയിൽ
മൈക്ക് അവരുടെ കയ്യിലുണ്ടായിരിക്കും. അവരായിരിക്കും പാട്ട് പാടി തുടങ്ങുന്നത്. ബാക്കി എല്ലാവരും ചേർന്ന് പാടും. അല്ലാതെ അവരാ സ്റ്റേജിൽ കയറി നിന്നിട്ട് സാധാരണ പെന്തിക്കോസ്റ്റ് ചർച്ചിൽ കാണുന്ന പോലെ അങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി 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 അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഇടപാടുമില്ല. അവർ ശാന്തമായി പാട്ടുകളെ പാടുന്നു. അവരും ആത്മാവിൽ ആരാധിക്കുന്നു. മറ്റെല്ലാവരും ആ കൂട്ടത്തിൽ ചേർന്ന് ആരാധിക്കുന്നു. അതല്ലാതെ അവരാരെയും ഉന്താനോ തള്ളാനോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കൈ കൊണ്ടുവന്നിട്ടുണ്ടോ കാല് കൊണ്ടുവന്നിട്ടുണ്ടോ ഇതൊന്നും അവരാരും ചോദിക്കാൻ നിൽക്കുന്നില്ല. അവർ ദൈവസന്നിധിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്നു. ഇത് പറയുമ്പോൾ സന്ദർഭവശാൽ ഞാനൊരു കാര്യം പറയാം. 2 ആഴ്ച മുമ്പ് നമ്മുടെ ന്യൂസിലാൻഡിലെ കൂട്ടായ്മയിൽ മലയാളക്കരയിലെ ഒരു പ്രമുഖമായ ഓർഗനൈസേഷൻ്റെ ഒരു മുൻ ഓവർസിയർ അവിടെ വന്ന് ദൈവവചനം ഘോഷിച്ചു. അല്പസമയം അദ്ദേഹം കുറേ ആഴ്ചകളായിട്ട് ആ ദേശത്തുണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള പല ഫെലോഷിപ്പുകളിലും അദ്ദേഹം കടന്നുപോയി. പെന്റക്കോസ്റ്റ് ഗ്രൂപ്പുകളിൽ പോയിട്ടുണ്ട്, ന്യൂ ജനറേഷൻ പെന്റിക്കോസ്റ്റ് ഗ്രൂപ്പുകളിൽ പോയിട്ടുണ്ട്. ഇനി വേറെ വല്ലോ ജനറേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആ ദേശത്തുള്ള എല്ലാ കൂട്ടായ്മകളിലും കടന്നുപോയി അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട സമയം ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കൂട്ടായ്മയിൽ പ്രിയപ്പെട്ടവരുടെ നടുവിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കൊച്ചു വിസ്മയം ഉണ്ടായത് എന്തെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് പോയ സ്ഥലങ്ങളിലൊക്കെ ഈ ന്യൂജൻ അടിപൊളി പാട്ടുകൾ എന്ന് പറയും. ന്യൂജൻ അടിപൊളി പാട്ടുകൾ, അത്തരം അടിപൊളി പാട്ടുകൾ പാടി അവർ അങ്ങനെ പെരുവരലയിൽ നിൽക്കുകയും അങ്ങനെ പല കാര്യങ്ങളുമൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. ആ സമയത്തൊക്കെ പുള്ളി കൊള്ളാം, തിരക്കേടില്ല, നിങ്ങൾ പുരോഗതി ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് കാണുമായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനവരോട് ചോദിച്ചില്ല. ഒരുപക്ഷെ അവരെയും പ്രോത്സാഹിപ്പിച്ച് കാണും. ഇങ്ങനെ വേണം, ഈ ബലത്തോടെ നാളെയും തകർക്കുക എന്ന് ചിലപ്പോൾ അവിടെ പറഞ്ഞു കാണും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചെക്ക് എഴുതുമ്പോൾ പൂജ്യങ്ങൾ കുറഞ്ഞു പോകും. അപ്പോൾ പൂജ്യങ്ങൾ അവിടെ കൃത്യമായിട്ട് വരേണ്ടതിന് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടും ചെറുതായിട്ടൊന്ന് പൊക്കിയും ഒക്കെ പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇവിടെ വന്നപ്പോഴും ഈ ഇരിക്കുന്ന മാന്യന്മാരെ എല്ലാം ഒന്ന് പൊക്കി കാണുമായിരിക്കും. കാരണം ഇവിടെ വന്നപ്പോൾ അവിടുത്തെ കൂട്ടിങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെ ചാട്ടമില്ല. നമ്മുടെ മഹാനായ പാട്ടുകാരനോട് ഇരിപ്പുണ്ടല്ലോ, ഈ പാട്ടുകാരൻ്റെ നേതൃത്വത്തിൽ അവിടെ പാട്ടുകൾ പാടി, അതും അർത്ഥവത്തായ സ്തോത്രഗീതങ്ങൾ, അതുപോലെ പ്രത്യാശാഗീതങ്ങൾ, അതുപോലെ പൂർവന്മാരായ പിതാക്കന്മാർ അവരുടെ ആത്മീയ ജീവിതത്തിൽ അവരനുഭവിച്ച ദൈവിക സന്തോഷത്തിൽ എഴുതി വെച്ച ഗീതങ്ങളൊക്കെ പാടി. അപ്പോൾ നമ്മുടെ മുൻ ഓവർസിയറിന് അത് കേട്ടപ്പോൾ അതും ഒരു അത്ഭുതം. കൊള്ളാം, നിങ്ങളും മിടുക്കന്മാർ എന്ന് അവിടെയും പറഞ്ഞു കാണുമായിരിക്കും. പറഞ്ഞു കാണില്ലേ? കാണുമായിരിക്കും. അവരോട് ചോദിക്കുന്നില്ല ഞാൻ, അവിടെ ഉത്തരവൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് പാട്ട് പാടുന്നവരൊരു സൈഡിൽ നിന്ന് പാടുക, അല്ലാതെ അവർ ഈ സ്റ്റേജിൽ കയറി വന്ന് അവിടെ മൊത്തത്തിൽ ചവിട്ടിക്കുത്തി ചവിട്ട് നാടകം കളിച്ചില്ല. അവരൊരു സൈഡിൽ നിന്ന് പാടുന്നു, അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. അവരും ദൈവത്തെ പാടി സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ബാക്കി പ്രിയപ്പെട്ടവരെല്ലാം അവരും ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അല്ലാതെ വേറെ കലാപരിപാടികളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഓവർസിയറിനതൊരു അത്ഭുതമായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഉദ്ദേശിമാരോട് അദ്ദേഹം അതൊന്നും പറഞ്ഞു കാണില്ലായിരിക്കും. ഒരു വിസ്മയമായി പോയി കേട്ടോ. നിങ്ങൾ ഇതുപോലത്തെ അറിവഴഞ്ചൻ കൺട്രി ഫെലോസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഈ ദേശത്ത് വന്നിട്ട്, അതായത് ഇവിടുന്ന് ഒരു കപ്പൽ കയറി കഴിഞ്ഞാൽ ജപ്പാനിൽ പോയി ഇറങ്ങാം. അവിടെ യോക്കോഹോമയോ അല്ലെങ്കിൽ പിന്നെ എന്നാ യമഹയോ അവരുടെയൊക്കെ ഓർഗനും കാര്യങ്ങളൊക്കെ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ മേടിച്ചിവിടെ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് തകർക്കേണ്ടതാണ്. ഇപ്പോഴത്തെ നമ്മുടെ പാട്ടുകാരന് അതിനൊന്നും പറ്റില്ലെങ്കിൽ വേറെ ആൾക്കാരെ, കൊട്ടാരക്കരക്കാരനെ ഞാൻ ഇറക്കിത്തരാം. അതായത് നമ്മുടെ ഓവർസിയറിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനാണ് നമ്മുടെ ഇമ്മാനുവേൽ എന്ന് പറയുന്ന കൊച്ചുമോൻ. അവരെയൊക്കെ ഇറക്കി വേണമെങ്കിൽ പാട്ട് പഠിപ്പിക്കാമല്ലോ. പിന്നെ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ഈ പഴയകാല രീതിയിലൊക്കെ ഇരുന്ന് ഈ പാട്ട് പാടുന്നു? ഒരു തകർപ്പൻ പെർഫോമൻസ് വേണ്ട ഇവിടെ എന്നൊക്കെ പുള്ളി മനസ്സിൽ ചിന്തിച്ച് കാണും, പുറത്ത് പറഞ്ഞു കാണില്ല. ശരിക്കും മലയാളക്കരയിൽ നിന്ന് ഒരു ഉദ്ദേശി ഇങ്ങനെ ഈ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് വന്നിട്ട് ഈ മഞ്ഞത്തിരുന്ന് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ പുള്ളി ഒന്ന് ചിന്തിച്ചിട്ട് മടങ്ങണ്ടേ? എൻ്റെ കർത്താവേ, തിരിച്ചു ചെന്ന് മുളക്കുഴയിലോ മുളയില്ലാത്ത കുഴയിലോ അവിടെയൊക്കെ ചെന്ന് ആളുകളോട് പറയണ്ടേ, ദൈവമേ ഞാനൊരു കൂട്ടം ആൾക്കാരെ കണ്ടെത്തി, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സെൻറ്റിനൽ ദ്വീപിൻ്റെ മുകളിലൂടെയാണ് പറന്നത്, ആൻഡമാനിനടുത്തൂടെ, പിന്നെ അതിലേ പോകുന്നത്. അതിന് മുകളിലൂടെ ഇങ്ങനെ പറന്നു പോയ സമയത്ത് ആ ആൾക്കാരവിടെ താഴെയുണ്ട്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ ന്യൂസിലാൻഡിൽ ചെന്നപ്പോൾ കണ്ടു. നമ്മുടെ പൊതു പെന്തിക്കോസ് കാട്ടിക്കൂട്ടുന്ന പോലത്തെ കാര്യങ്ങൾ അവന്മാർ കാണിക്കുന്നില്ല. അവർ ശാന്തമായി പാട്ടുകളെ പാടുന്നു,
പിന്നെ ആത്മാവിലൊക്കെ ആരാധിക്കുന്ന സമയത്ത് തട്ടുമുട്ട് സാധനങ്ങളെല്ലാം ഒതുക്കി താഴെ വയ്ക്കുന്നു. ചിലർ കൈകൾ അടിച്ചു പാടുന്നു, ചിലർ കൈകൾ അടിച്ചില്ലെങ്കിൽ കൈകൾ ഉയർത്തി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് അദ്ദേഹം ശരിക്കും ഒരു ചെറിയ കിതാബ് എഴുതേണ്ടതാണ്. ഇബ്നു ബത്തൂത്ത പുസ്തകം എഴുതിയിട്ടില്ലേ? ഇബ്നു ബത്തൂത്ത എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെ? ഒന്നും കേട്ടിട്ടില്ല നിങ്ങൾ. അപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരത്തിൽ ഇബ്നു ബത്തൂത്ത നോട്ട് ചെയ്ത പോലെ, അല്ലെങ്കിൽ മാർക്കോ പോളോ അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൽ നോട്ട് ചെയ്ത പോലെ അവിടെ ചുക്കുണ്ട്, കുരുമുളകുണ്ട്, അല്ലെങ്കിൽ അവിടെ ഏലക്ക കണ്ടു, അല്ലെങ്കിൽ അവിടെ തലമുടി നീട്ടി വളർത്തിയ ആൾക്കാരെ കണ്ടു, വെട്ടിയ ആൾക്കാരെ കണ്ടു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെയാണ് അവരുടെ സഞ്ചാരങ്ങളിൽ അവർ ചരിത്രത്തിൽ എഴുതി വയ്ക്കുന്നത്. അതുപോലെ ഇദ്ദേഹത്തിനും വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഞാനിങ്ങനെ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ഇങ്ങനെയൊരു കൂട്ടം ആൾക്കാരെ കണ്ടു, തികച്ചും വേറിട്ടൊരു കൂട്ടമാണ്. അവർ ജാതികളോടുകൂടെ ഇടകലർന്നില്ലെന്നൊക്കെ സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞ പോലെ അവർ ശേഷം പെന്തിക്കോസിൻ്റെ ഇടപാടുകൾക്ക് നിന്നു കൊടുക്കുന്നില്ല. ഇവരെത്ര കാലം ഇങ്ങനെയൊക്കെ പോകും? നമ്മളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവരിങ്ങനെ വിശുദ്ധി വേർപാട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അറിയില്ല എന്നൊക്കെ വേണേൽ പുള്ളി എഴുതി വയ്ക്കാം. നമുക്ക് മറുപടി ഇത്രയേ ഉള്ളൂ, പോകുന്നിടത്തോളം പോട്ടെ, ആ കൃപ നമ്മുടെ മേലുള്ളിടത്തോളം കാലം അങ്ങനെ പോട്ടെ എന്ന് ചിന്തിക്കാം. ഇപ്പം എന്താ സൗരങ്ങളെ നമ്മൾ ഇത്ര നേരം പറഞ്ഞേ? ആത്മാവിലെ സത്യത്തിലുള്ള ആരാധന എന്നുള്ള ബന്ധത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ വിശുദ്ധന്മാർക്ക് ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കൃത്യമായി തുറന്ന് സംസാരിക്കുന്നത്. ഏതെങ്കിലും പെന്തക്കോസുകാർ വരും ദിവസങ്ങളിൽ നമ്മളെ കേൾക്കുകയാണെങ്കിൽ അവർ ഇരുന്ന് ചിന്തിക്കട്ടെ. പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഭൂമിയിൽ അങ്ങനെയുണ്ടോ? ഭൂമിയിൽ ഇങ്ങനെയുണ്ടോ? ഈ ആളുകളുടെ എല്ലാം വിചാരം ആകെ ലോകം എന്ന് പറയുന്നത് കേരളക്കരയും പിന്നെ അതിനോട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന കുറച്ച് ഗൾഫും കുറച്ച് അമേരിക്കയും, വേറെ എങ്ങും ആരും ഭൂമി ജീവിക്കുന്നില്ലെന്നാണ് ചിന്ത. അങ്ങനെയൊക്കെ ഇപ്പോഴും ആൾക്കാരുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എങ്ങനെ? അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, അങ്ങനെ വചനം അനുസരിക്കുന്ന, തങ്ങളെ തന്നെ സമർപ്പിച്ച് അങ്ങനെ ഒരു സമർപ്പിത ജീവിതത്തിൽ പോകുന്നവർ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും ഉണ്ട്. ഓർത്തോ, അത്ഭുതപ്പെട്ടു പോകും, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. യൂറോപ്പിലുള്ള സായിപ്പന്മാർ എന്ന് വെച്ചാൽ അവർ പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ല, എല്ലാ ഇടങ്ങളിലും ഈ വിശുദ്ധ തിരുവെഴുത്ത് പരുവപ്പെടുത്തിയ ആളുകളുണ്ട്. നമ്മൾ വേദവസം വായിക്കുന്ന പോലെയല്ലേ സായിപ്പ് വായിക്കുന്നതും, ലാറ്റിൻ അമേരിക്കയിലുള്ള ആളുകൾ വായിക്കുന്നതും, ആഫ്രിക്കയിലുള്ള ആളുകൾ വായിക്കുന്നതും. ഈ പറഞ്ഞ എല്ലാ ഇടങ്ങളിലും, ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും പരിശുദ്ധാത്മാവ് ടീച്ച് ചെയ്യുന്ന ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്, കൂട്ടായ്മകളുണ്ട്. അതേസമയം നിങ്ങൾ ഗോഡ് ചാനൽ കണ്ടിട്ട് ഓട്ടം തുള്ളൽ നടത്തുന്ന ആൾക്കാരാണല്ലോ ലക്ഷോപലക്ഷം അവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഗോഡ് ചാനൽ കണ്ടിട്ട് വിലയിരുത്താൻ വരല്ലേ? ഈ പുസ്തകം എന്ത് പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ലോകത്തിലുണ്ട്. ബാലിന് മുട്ടുമടക്കാത്ത ഒരു കൂട്ടമുണ്ടെന്ന് പറഞ്ഞതുപോലെ ലോകത്തിന് കീഴ്പ്പെടാത്ത, ലോകത്തിൻ്റെ സിസ്റ്റത്തോട് അഡാപ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു കൂട്ടം ആൾക്കാർ ലോകത്തിലെമ്പാടുമുണ്ട്. ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ എണ്ണം എത്രത്തോളം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ എണ്ണം കുറവായിരിക്കും. അതേസമയം പുസ്തകം പഠിപ്പിക്കുന്നത് എന്താ? നാശത്തിലേക്ക് പോകുന്ന വഴി കണ്ടെത്തി അതുവഴി പോകുന്നവർ ധാരാളം എന്നല്ലേ? വലിയ സമൂഹമാണത്. ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കമല്ലേ? ജീവങ്കിലേക്ക് പോകുന്ന വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണെങ്കിൽ സത്യാരാധനയുടെ മർമ്മം തിരിച്ചറിയുന്നവരും ചുരുക്കമായിരിക്കും. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവുമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞെങ്കിൽ സത്യാരാധനയുടെ മർമ്മം കണ്ടെത്തുന്ന ആൾക്കാരും ചുരുക്കമായിരിക്കും. അധികം പേർക്ക് ഈ മർമ്മങ്ങൾ വെളിപ്പെടില്ല. അവർ നാടോടുമ്പോൾ നടുവേ ഓടും. കയ്യിൽ കാശുണ്ട്, 2-3 ഓർഗൻ മേടിച്ച് പാട്ട് പാടാൻ വാസനയുള്ളവനെയും ചാടാനും തുള്ളാനും വാസനയുള്ളവരെയും ഒക്കെ വിളിച്ചു നിർത്തി അവർ വർഷിപ്പ് ലീഡർ എന്നൊക്കെ പറഞ്ഞ് ആക്കി വെക്കും. ആളുകളുടെ വിചാരം തന്നെ ഇതാണ് പെന്തക്കോസ്ത് ആരാധന എന്ന. അതൊന്നും അല്ലെന്നേ. പുതുതായി ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങൾ ഈ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 2 ആഴ്ചത്തെ മെസ്സേജും കൂടെ നിങ്ങൾ കേട്ടിട്ട് ഇത് കേൾക്കുകയാണെങ്കിൽ കൃത്യമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. പുതുനിയമ ആരാധന എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതിന് വലിയ ഒരുക്കങ്ങൾ ആവശ്യമാണ്. അതിനൊരു ആരംഭമുണ്ട്. നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. റോമർ 12:1-2 നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നാം അത്യുന്നതൻ്റെ മന്ദിരം എന്ന തിരിച്ചറിവിലേക്ക് വരികയാണ്. അങ്ങനെ വന്ന് നാം നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ആരംഭിക്കുകയല്ലേ? നല്ല ബോധ്യത്തിലാണ് ആരാധിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളും കലാപരിപാടികളൊന്നും നടപടിയില്ല.
പഴയ നിയമത്തിലെ ആരാധനയിൽ ബാഹ്യപ്രകടനമുണ്ട്, പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ആളുകൾ പറയും ചാടില്ലേ, തുള്ളില്ലേ, മറിയില്ലേ, ഉരുളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമാണ് 2-3 ആഴ്ച മുമ്പ് പറഞ്ഞത്. വലിയവനായ ദൈവം കൽപ്പിച്ചിട്ടാണ് മോശ സമാഗമന കൂടാരം നിർമ്മിച്ചത്. അത് നിർമ്മിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സാന്നിധ്യം സീനായി പർവ്വതത്തിൽ ഇറങ്ങുന്നത് ഇസ്രായേലിലെ സകല ജനങ്ങളും കൺകുളിർക്കെ കണ്ടതാണ്. ഭയന്നുപോയി. അത്ര വലിയ മഹത്വവും തേജസ്സും അവിടെ വെളിപ്പെട്ടു. പർവ്വതം നിന്ന് കുലുങ്ങി. അങ്ങനത്തെ വലിയ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെയെങ്കിൽ അതേ ദൈവം തന്നെ ഈ സമാഗമന കൂടാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കൂടാരം നിന്ന് ഭയങ്കരമായി വറയ്ക്കണ്ടേ, കിടുങ്ങണ്ടേ, കുലുങ്ങണ്ടേ, പലതും സംഭവിക്കണ്ടേ? ഒന്നും സംഭവിച്ചില്ല. സീനായി പർവ്വതം അന്ന് കുലുങ്ങിയെങ്കിൽ സമാഗമന കൂടാരം കുലുങ്ങിയില്ല. ഇതൊരു മർമ്മമാണ്. ഇതാണ് പുതിയ നിയമ ആരാധനയിലേക്ക് വരുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ശലോമോൻ പറഞ്ഞ വാക്കുകളൊന്ന് ഓർത്തു നോക്കിയേ. യെരൂശലേം ദേവാലയത്തിന് മുമ്പിൽ മുട്ടുമടക്കി ശലോമോൻ ഒരുപക്ഷെ അന്നേരം ഭയന്ന് കാണും, നടുങ്ങിക്കാണും. സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും ഒതുങ്ങാത്ത വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം, തേജോമയനായ ദൈവം ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിലേക്ക് ഇറങ്ങി വരുമോ? എങ്ങനെ അതിനകത്ത് അവനെ കൊള്ളിക്കാം എന്നൊക്കെ ശലോമോൻ ചിന്തിച്ചു കാണും. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. അതുപോലെ തന്നെയല്ലേ മറിയും ചിന്തിച്ചത്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ നിന്റെ ഉദരത്തിൽ എന്നാ പറഞ്ഞത്. അതെങ്ങനെ സംഭവിക്കും? ആരാ വരുന്നത്? സൃഷ്ടാവ്. എവിടേക്ക്? സൃഷ്ടിയുടെ ഉള്ളിലേക്ക്. അതൊരു മർമ്മമാണ്. പെട്ടെന്ന് കേട്ടാൽ ആർക്കും മനസ്സിലാകില്ല. പെട്ടെന്ന് കേട്ടാൽ ലോകക്കാർക്ക് മനസ്സിലാകും. അത് ലോകക്കാർക്ക് ഒരിക്കലും മനസ്സിലാകില്ല. ചുരുങ്ങി ഇറങ്ങി വരികയാണ് തേജോമയനായവൻ. ആ മഹത്വം ഉരിഞ്ഞു വെച്ച് തൻ്റെ സൃഷ്ടിയുടെ ഉള്ളിലേക്ക് എത്രമാത്രം ചുരുങ്ങാവോ അത്രമാത്രം ചുരുങ്ങി തന്നെത്താൻ താഴ്ത്തി എന്നാണ് വായിക്കുന്നത്. തന്നെത്താൻ താഴ്ത്തി. അങ്ങനെ തന്നെത്താൻ താഴ്ത്തി വന്നവനാണ് പിന്നത്തേതിൽ നമ്മോട് പറഞ്ഞത്, നിങ്ങളും തന്നെത്താൻ താഴ്ത്തണം, അല്ലെങ്കിൽ തന്നെത്താൻ നിഷേധിക്കണം, തന്നെത്താൻ ത്യജിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുക, യൂറോപ്പിൽ അങ്ങനെയുണ്ടോ? അമേരിക്കയിൽ അങ്ങനെയുണ്ടോ? സായിപ്പ് സ്വർഗത്തിൽ പോവോ? മദാമ സ്വർഗത്തിൽ പോവോ? കേരളത്തിലെ മാത്രം ഉപദേശമല്ലേ ഇത്? അത് കുമ്പനാട്ടെ ഉപദേശമാണോ? മുളക്കുഴയിലെ ഉപദേശമാണോ? എന്തെല്ലാം ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നത്. പച്ചയ്ക്കൊന്ന് വായിച്ചാൽ പോരെ? സ്വർഗമഹിമകളെ വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി വേശാൽ മനുഷ്യനായി അത്രത്തോളം താഴ്ന്നിറങ്ങി വന്നു. എത്രത്തോളം താഴാമോ അത്രത്തോളം താഴ്ന്ന് ഒരു മനുഷ്യൻ്റെ വേഷത്തിൽ താനെ വരികയാണ്. അതും തൻ്റെ സൃഷ്ടിയുടെ ഉള്ളിലേക്ക്. അങ്ങനെ വന്നിട്ടാണ് നമ്മളോട് പറയുന്നത്. നമ്മളീ പറയുന്ന വിഷയവുമായി ബന്ധമില്ലെങ്കിൽ പോലും ഞാൻ ആ വാക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. കിട്ടിയ സമയം ഞാനൊന്ന് വിനിയോഗിക്കുക. അങ്ങനെ വന്നവനാണ് നമ്മോട് പറയുന്നത്, തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കണമെന്ന്. കർത്താവ് ക്രൂശെടുക്കാൻ വന്നവനാ. ആ ക്രൂശെടുക്കാൻ വന്നവനാ നമ്മോട് പറയുന്നത്, നിങ്ങളും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണമെന്ന്. അപ്പോഴാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനുമായിട്ട് വരുന്നത്. അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, അവിടെയുണ്ടോ, ഇവിടെയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ ആത്മീയ മുന്നേറ്റങ്ങളില്ലാത്തതും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയാത്തതും, ഇനി എന്നാ പ്രസംഗം കേട്ടെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് മനസ്സിലായില്ലെന്നാണ് പറയുന്നത്. അതിങ്ങനെ പറന്നു പോകുന്ന ഞാൻ കണ്ടു തലയ്ക്ക് മീതെ കൂടെ. അത് എന്താ കാരണം? ആ സമർപ്പണാനുഭവത്തിലല്ലെന്നേ. ആ ഒരു സമർപ്പണാനുഭവത്തിലല്ല. ലൈഫിൽ ആ എൻകൗണ്ടർ നടന്നിട്ടില്ല വേണ്ട വിധത്തിൽ. ആ ഡെമസ്കോസ് സംഭവിച്ചിട്ടില്ല. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ മുഖാമുഖം വന്നിട്ടുണ്ടെങ്കിൽ, ക്രൂശിൻ്റെ മുമ്പിൽ അടിയറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉള്ളം നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ഇതൊക്കെ ഭോജ്യമായി തീരും. എന്നുവെച്ചാൽ ഇതൊക്കെ നമുക്ക് ആസ്വാദ്യമായി തീരും. ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കും. കേൾക്കുമ്പോൾ ഏറ്റെടുക്കാതെ എങ്ങോട്ട് പോകാൻ പറ്റും? ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ സ്വയജീവിതത്തിൽ ഏറ്റെടുത്തിട്ടാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എനിക്ക് മാതൃകയായി ഒരുവനുണ്ട്, എൻ്റെ കർത്താവാണ്. അവിടുന്ന് മാതൃക കാണിച്ചു തന്നിട്ടാണ് എന്നോട് പറയുന്നത് തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശെടുക്കാൻ. അല്ലാതെ കർത്താവ് ചെയ്യാത്ത കാര്യമല്ല എന്നോട് പറയുന്നത്. ഞാൻ ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിൽ ആ കൊമ്പത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരണം. ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കണം. പാളയത്തിന് വെളിയിൽ ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കണം. പാളയത്തിന് വെളിയിൽ ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കണം.
അതിന് വിളിക്കപ്പെട്ടവരാണ് നാം. ഓക്കെ, പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? അത്രയും വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം നാം ആകുന്ന കൂടാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കൂടാരം നിന്ന് തുള്ളുവോ മറിയോ ഒന്നും ചെയ്യണമെന്നില്ല. അങ്ങനെ ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ശാഠ്യം പിടിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ പറഞ്ഞാണ് ചിലർ വെറുതെ വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങളെ നല്ല രീതിയിൽ പഠിക്കണം. അപ്പോൾ സൗരങ്ങളെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ കാര്യത്തിലേക്ക് നമ്മൾ ഇന്നും കടന്നില്ല. പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്നും നമ്മൾ അവസാനിപ്പിക്കുന്നത്. അവസാന സമയത്ത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ, നമ്മൾ വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഏതൊരു മനുഷ്യനും ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കണ്ടീഷൻസ് ഉണ്ട്, വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം പാലിക്കാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. ഭയപ്പെടേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ അനുഭവിക്കാൻ കഴിയില്ല. അങ്ങനെ വിവിധ നിലകളിൽ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അവസാനമായി ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. പ്രാർത്ഥന വേറെ, ആരാധന വേറെ. ആർക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞല്ലോ. ദൈവം പ്രാർത്ഥന കേൾക്കും, കേൾക്കാതിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ആരാധിക്കണമെങ്കിൽ ഫറവോ എന്നാ പറഞ്ഞത്? ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരാം, ഇവിടെ നിങ്ങൾ ആരാധിച്ചോ എന്നാ പറഞ്ഞത്. പക്ഷേ എന്താ മോശ പറഞ്ഞത്? ഇവിടെ ആരാധിക്കാൻ പറ്റില്ല. ഏതിനാൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നത് പുറപ്പെട്ടതിന് ശേഷമാണ്. മരുഭൂമിയിൽ എത്തുമ്പോഴാണത് സംസാരിക്കുന്നത്. മരുഭൂമിയുടെ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. അങ്ങനെയുള്ള സമയത്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ആരാധനയ്ക്ക് നമ്മെ സജ്ജമാക്കുന്നത്. ഇസ്രായേലിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമല്ലേ ഹോരേബി വെച്ചല്ലേ ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുത്തത്? അവർക്കുള്ളത് എല്ലാമായിട്ട് പുറപ്പെട്ടു, സകലതുമായിട്ട് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ആടിനെ വേർതിരിക്കുന്ന കാര്യം, കാളയെ വേർതിരിക്കുന്ന കാര്യം, പ്രാവിനെ വേർതിരിക്കുന്ന കാര്യമൊക്കെ. അതേസമയം അവർ പോയ കൂട്ടത്തിൽ അവർക്ക് പൂച്ചയുണ്ടായിരിക്കും, നായയുണ്ടായിരിക്കും, അങ്ങനെ എല്ലാ മൃഗങ്ങളും അവരുടെ കൂട്ടത്തിലില്ലേ. പക്ഷേ അതിനെയൊന്നും ആരാധനയ്ക്ക് എടുക്കാനായിട്ട് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഈ പോകുന്ന വഴിക്കൊക്കെ വന്യമൃഗങ്ങൾ കാണും, അതിനെയൊക്കെ നായാടി പിടിച്ചുകൊണ്ട് വന്നിട്ട് ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ പോരെ? ഒരിക്കലും അങ്ങനെയുള്ള വന്യമൃഗങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. അതായത് വൈൽഡ് ആനിമൽസിനെ അർപ്പിക്കാനായിട്ട് ദൈവം അനുവദിച്ചില്ല. ഡൊമസ്റ്റിക് ആനിമൽസിനെയാണ് യാഗമായി അർപ്പിക്കാനായിട്ട് പറഞ്ഞത്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസിനെ. അപ്പോൾ ആ ഡൊമസ്റ്റിക് ആനിമൽസിലാണ് ഈ ആടും കാളയും പ്രാവും ഒക്കെ നിൽക്കുന്നത്. അതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ നമ്മളും ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആ ഡൊമസ്റ്റിക് നിലയിലാണോ വരുന്നത്, അതെയോ വൈൽഡ് നിലയിലാണോ ജീവിതം എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വന്യമൃഗങ്ങളുടെ സ്വഭാവത്തിൽ ജീവിക്കുന്നവൻ്റെ ആരാധനയൊന്നും ദൈവം സ്വീകരിക്കില്ല. ദൈവം സ്വീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ നിലയിലേക്ക് മാറ്റപ്പെടണം, രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെട്ടവനാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. രൂപാന്തരപ്പെട്ടവൻ്റെ അവകാശമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരോ അവർ രൂപാന്തരപ്പെട്ടിട്ട് ആരാധിച്ചാൽ മതി, തിടുക്കപ്പെടണ്ട. അപ്പോൾ ഈ കൺവെൻഷനുകളിലൊക്കെ വർഷിപ്പ് ലീഡേഴ്സൊക്കെ അവിടെ വന്നുകൂടിയിരിക്കുന്ന ആളുകൾ, രക്ഷിക്കപ്പെട്ടതും പെടാത്തതുമായ ആളുകളോടൊക്കെ പറയുന്നത് കൈ കൊണ്ടുവന്നിട്ടുണ്ടെ പൊക്കിക്കോളാൻ എല്ലാവരോടും പറയുന്നേ. അത് ഇതുവല്ലോ അറിഞ്ഞിട്ടാണോ പറയുന്നേ? ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രിവിലേജാണ്, അവൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. ലോകത്തിലുള്ള ആളുകൾക്കൊന്നും ദൈവത്തെ അങ്ങനെ ആരാധിക്കാൻ കഴിയില്ല, ദൈവം അനുവദിക്കില്ല. ദൈവം അങ്ങനെയുള്ള ആരാധനയിൽ പ്രസാദിക്കില്ല. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു വേണ്ടേ തുടങ്ങാനായിട്ട്. അതുപോലെ നാം നമ്മെ തന്നെ ബലിപീഠത്തിൽ ഏൽപ്പിക്കണ്ടേ? കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച ഈ പിക്ചർ എന്ന് പറയുന്നത് ടാബർനാക്കിളിൻ്റെ പിക്ചറാണ്. ഈ പിക്ചറിൻ്റെ തുടക്കത്തിൽ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ കാണുന്നത് ബലിപീഠമാണ്. എത്രയോ ആവർത്തി കണ്ടിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ് നിർത്തുക. ആ ബലിപീഠം എന്താ വിളിച്ചു പറയുന്നത്? സമർപ്പിതനാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അഥവാ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകേണ്ടതെന്നുള്ളതാണ്. സമർപ്പിതൻ്റെ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടിയാണ് കടന്നു വരുന്നത്. അപ്പോൾ തന്നെ തികഞ്ഞ ദൈവസ്നേഹത്തിലുമാണ്. ഇനി നമുക്ക് അതിലേക്കാണ് പറഞ്ഞു വരേണ്ടത്. ഇനി നമ്മൾ അടുത്ത ദിവസങ്ങൾ ആ കാര്യങ്ങളാണ് പറയാനായിട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞു, ഇസ്രായേൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ധൂപം അർപ്പിക്കുമ്പോൾ ധൂപപീഠത്തിൽ 5 വിധമായ വസ്തുക്കളെ അർപ്പിക്കും. 4 വിധ സുഗന്ധവർഗ്ഗങ്ങളും പിന്നീട് ഉപ്പും ചേർത്ത് നേർമയായി പൊടിച്ച് ഇൻസെൻസ് ഓൾട്ടറിൽ നിരത്തുകയാണ്. അങ്ങനെയാണ് അവിടെ സുഗന്ധ ധൂപം കത്തിക്കുന്നത്.
അതാണ് പഴയ നിയമത്തിൽ ആരാധനയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈ 5 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമാണ്. 5 കൂട്ടം കാര്യങ്ങൾ. ആ 5 കൂട്ടം കാര്യങ്ങൾ ഏതേതെല്ലാമാണെന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മുടെ അടുത്ത ദിവസത്തെ കൂടിവരവിൽ ഈ പറയപ്പെട്ട പഴയ നിയമത്തിലെ ആരാധനയോടുള്ള ബന്ധത്തിൽ സുഗന്ധ ധൂപപീഠത്തിൽ അർപ്പിക്കുന്ന ഈ 5 വിധ സുഗന്ധവർഗ്ഗങ്ങളുടെ ആത്മീയ അർത്ഥങ്ങളും അതിൻ്റെ ആഴങ്ങളും അതിൻ്റെ ഗൗരവവും നമുക്കൊന്ന് അടുത്ത് നിന്ന് കാണാം. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇങ്ങനെ ആരാധനയ്ക്ക് കടന്നു വരുന്ന പഴയ നിയമ പുരോഹിതന്മാരുടെ വസ്ത്രം വിലപിടിപ്പുള്ള വസ്ത്രമാണ്. ധൂപപീഠത്തിൽ അർപ്പിക്കുന്ന സുഗന്ധവർഗ്ഗങ്ങളും വിലപിടിപ്പുള്ളതാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം കോസ്റ്റ്ലിയാണ് ആ കാര്യങ്ങളൊക്കെ. അതെല്ലാം വിളിച്ചു പറയുന്നത് എന്താ? ഒരു പുതുനിയമ ആരാധനക്കാരൻ അവൻ്റെ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ പുതുനിയമ ആരാധന എന്ന് പറയുന്നത് വില കൊടുത്ത് ആരാധിക്കേണ്ടതാണ്. അത് വിലയേറിയതാണ് ദൈവസന്നിധിയിൽ. അതൊരു നേരം പോക്കല്ല, അതൊരു തമാശയല്ല. വില കൊടുത്ത് ആരാധിക്കണം. അതെങ്ങനെ വില കൊടുത്ത് ആരാധിക്കാൻ കഴിയും? സ്തോത്രകാഴ്ചയിട്ട് ആരാധിക്കണമെന്നല്ല പറഞ്ഞത്, വില കൊടുത്ത് ആരാധിക്കണം. നമ്മുടെ ജീവിതം തന്നെയാണ് വിലയായി കൊടുക്കേണ്ടത്. ദൈവഹിതപ്രകാരം ഒരു ജീവിതം നയിച്ച് നാം ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വരണം. നാം നമ്മെ തന്നെ ബലിപീഠത്തിൽ അർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ബലിപീഠത്തിൽ അർപ്പിച്ച് ആ നിലയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ അവിടെ തീയുടെ അനുഭവങ്ങളുണ്ടാകും. അവിടെയാണ് സുഗന്ധ ധൂപം പരക്കുന്നത്. ജീവിതം തന്നെ സുഗന്ധമായി പരക്കും. ക്രൂശിൻ്റെ സൗരഭ്യം പരക്കുക എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നില്ലേ? നാം ക്രൂശിലാണെങ്കിൽ ക്രൂശിൻ്റെ സൗരഭ്യം പരക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് അടുത്ത ദിവസം കടക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ വാക്കുകൾ ഇങ്ങനെ ഇവിടെ ചുരുക്കാം. ഇന്ന് അനവധിയായ കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കുകയും അതുപോലെ ആ വചനത്തിൽ സന്തോഷിക്കുകയും നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ ഉന്നതമായ പദവിയോർത്ത് ദൈവസന്നിധിയിൽ എപ്പോഴും താഴ്മയുള്ളവരായിരിക്കാനെല്ലാം ഉത്സാഹിക്കണം. നമ്മുടെ കർത്താവ് മഹത്വം വെടിഞ്ഞ് താണിറങ്ങി വന്നവനാണ്. ആ കർത്താവാണ് നമ്മോട് പറയുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. കാരണം നാം 24/7 അവനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഞായറാഴ്ചത്തെ സഭായോഗത്തിൽ മാത്രമല്ല ദൈവത്തെ ആരാധിക്കുന്നത്. 24 മണിക്കൂർ നാം ആരാധനയിലാണ്. നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായി ബലിപീഠത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നാം ആ സുഗന്ധ ധൂപപീഠത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരികയാണ്. ജീവിതത്തെ സുഗന്ധമായി മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീരണം. ആ ഒരു സമർപ്പണത്തിലും ആ ഒരു വാഞ്ചയിലും ആഗ്രഹത്തിലും നമുക്കിന്ന് പിരിയാം. കർത്താവ് നമ്മയെല്ലാം സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.